ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇതിൻ്റെ അകത്ത് ഞങ്ങളെല്ലാവരും പാക്ക് ചെയ്ത് വീട്ടിൽ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ചെയ്യുവാണ്. ഞങ്ങളിങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മേഘ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഷൈനി ആൻറ്റി ഞങ്ങൾക്ക് വേണ്ടി കപ്പയും അതുപോലെ തന്നെ ചമ്മന്തിയൊക്കെ ഉണ്ടായിക്കൊണ്ട് തന്നിട്ടുണ്ട്. ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട്. ഞങ്ങളുടെ വാർഡൻ ആൻറ്റിയാണ് ഷൈനി ആൻറ്റി. ഞങ്ങളോട് ഭയങ്കര സ്നേഹമാണ് ആൻറ്റിക്ക്. അങ്ങനെ ആൻറ്റി ഫുഡൊക്കെ കൊണ്ടു തന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഞങ്ങൾക്കറിയാം ഇനി ഒരിക്കലും ഞങ്ങൾ ഇത്രയും പേര് ഒരുമിച്ചിരുന്ന് ഇങ്ങനൊരു ഹോസ്റ്റൽ എന്തായാലും ഉണ്ടാകത്തില്ല. ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ഈ ഒരു ഹോസ്റ്റൽ ലൈഫൊക്കെ. അങ്ങനെ ഞങ്ങളെല്ലാം ഫുൾ പാക്ക് ചെയ്ത് സെറ്റാക്കി വീട്ടിൽ പോകാൻ വേണ്ടി റെഡിയായിട്ട് ഞാനും നിഖിലയും നന്ദിതയൊക്കെ ഫുൾ പാക്ക് ചെയ്ത് റെഡിയാക്കി. അതിനുശേഷം ഞങ്ങൾ പിറ്റേ ദിവസം വീട്ടിൽ മോർണിംഗ് പോവും. ആദ്യം നിഖിലയാണ് പോകുന്നത്, പിന്നീട് നന്ദിത, അങ്ങനെയാണ് പോകുന്നത്. രാത്രിയായപ്പോൾ എൻ്റെ ജൂനിയേഴ്സ് പിള്ളേർ കേക്കൊക്കെ മേടിച്ചുകൊണ്ട് തന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ കുറേ നേരം അവരെൻ്റെ കൂടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് എന്നെ കുറേ കളിയാക്കി അങ്ങനെ എൻ്റെ കൂടെ ഇരുന്നു. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് അവർ പോയത്. ആദ്യത്തെ പോവല്ലേ, നിങ്ങൾ കരയെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറേ ഇതാക്കി. ആദ്യം നിഖിലയാണ് വീട്ടിൽ പോകുന്നത്. അങ്ങനെ നിഖിലയുടെ വീട്ടിൽ നിന്ന് അമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവളുടെ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിലേക്ക് വെക്കാൻ വേണ്ടി സഹായിക്കുവാണ്. നിഖിലയുടെ ചേച്ചിയും കുഞ്ഞാവയും അച്ഛനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നിഖില ആദ്യം പോകുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു യാത്ര അയക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങളെല്ലാ സാധനങ്ങളും വണ്ടി കയറ്റി ഞാനും നന്ദിതയും നവീനയും ഒക്കെ കൂടെ എല്ലാ സാധനങ്ങളും കൂടെ വണ്ടിയിൽ കയറ്റി അവൾ ഓരോരുത്തരായിട്ട് യാത്ര പറഞ്ഞു, എന്നോടും പറഞ്ഞു. എന്നിട്ട് അവൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. കുഞ്ഞിനെയൊക്കെ എടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞു. ഇതാണ് ഷൈനി ആൻറ്റി. ഷൈനി ആൻറ്റി ഞങ്ങളോട് ഭയങ്കര സ്നേഹമാണ് കണ്ടോ. ഞങ്ങളെ യാത്ര അയക്കാൻ വേണ്ടിയൊക്കെ ആൻറ്റി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസമാണ് നന്ദിത പോയത്. നന്ദിതയുടെ അനിയൻ അപ്പും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവളും എല്ലാവരോടും യാത്ര പറഞ്ഞു, എന്നോടും യാത്ര പറഞ്ഞു. ഭയങ്കര സങ്കടം തോന്നി. കാരണം എല്ലാവരും പോയിട്ട് അവസാനം പോകാൻ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാകും. എല്ലാവരും ഇങ്ങനെ പോയിട്ട് നമ്മൾ മാത്രം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര വിഷമം തോന്നും. അങ്ങനെ എല്ലാവരും പോയി. ഞങ്ങൾ ഈ ഹോസ്റ്റൽ എന്തായാലും മിസ് ചെയ്യും. കാരണം എത്രയൊക്കെ നമ്മുടെ കോളേജ് കൊള്ളത്തില്ലെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മുടെ കോളേജ് ലൈഫ് എന്തായാലും മിസ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ റൂം ഫുൾ വെക്കേറ്റ് ചെയ്തു. ഞാനും ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. എൻ്റെ അനിയനും കൊച്ചിക്കായും കൂടെ വന്നിട്ടുണ്ടായിരുന്നു.